ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗാരേജിൽ വ്ളോഗായിട്ടാണ്. നമ്മുടെ ഗാരേജിൽ ഒരുപാട് വാഹനങ്ങൾ ടൈപ്പ് 4 കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു HCV വന്നിട്ടുണ്ട്, 2 സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്, ഒരു സഫാരി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. അതേപോലെ തന്നെ നമ്മുടെ മുന്നിൽ വന്നാണ് കുറച്ച് വണ്ടികളും വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. അതേപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ മാതിരി തന്നെ വണ്ടിക്ക് പാച്ച് വർക്ക്, അതേപോലെ തന്നെ വണ്ടികൾക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങൾ സമയമെടുക്കും. നമ്മളിപ്പോൾ ഒരു 40-45 ദിവസമാണ് ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമ്മൾ പറയണത്. പക്ഷേ വണ്ടിയുടെ ബോഡിമേ പെയിൻറ്റ് ചെയ്തിട്ട് മറ്റുള്ള ഗാരേജിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാകുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വണ്ടി സമയം കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് മറ്റൊരാൾ ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ വണ്ടി പിന്നീട് ഞങ്ങൾ ചെയ്യണം. ഞങ്ങൾക്കിപ്പോൾ ആ വർക്ക് വന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടി വരും. പ്രൈമർ അടിക്കുന്നിടത്ത് പ്രൈമർ അടിക്കേണ്ടി വരും. എപ്പോക്സി അടിക്കുന്നിടത്ത് എപ്പോക്സി അടിക്കേണ്ടി വരും. ഡെൻറ്റിങ് ചെയ്യുന്നിടത്ത് ഡെൻറ്റിങ് ചെയ്യേണ്ടി വരും. ഓവറായിട്ട് പുട്ടി കയറ്റിട്ടുണ്ടെങ്കിൽ പുട്ടി റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ആ വണ്ടി പണി ചെയ്ത് കാര്യങ്ങളൊക്കെ തീർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള കുറേ വാഹനങ്ങൾ പാച്ച് വർക്ക് ഇഷ്യൂസ് കൂടുതലുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള വാഹനങ്ങൾ ടൈം വരും. നമ്മളിപ്പോൾ ഇപ്പോൾ പാച്ച് വർക്ക്, ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പാച്ച് വർക്കുകൾ ആദ്യം മെയിനായിട്ട് ചെക്ക് ചെയ്യുക. പാച്ച് വർക്ക് എന്ന് പറഞ്ഞ സംഭവം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. റെസ്റ്റ് ഇഷ്യൂസ് ഇപ്പോൾ ഡോറിൻ്റെ അടിയിൽ റെസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നമ്മുടെ ബാക്കിൽ വരുന്ന വീൽ ആർച്ചിൻ്റെ ഇന്നറിലും റെസ്റ്റ് ഇഷ്യൂസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡോറിൻ്റെ അടിയിൽ ഡോർ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഏറ്റവും താഴ്വശം നോക്കാം, തുരുമ്പിൻ്റെ പൊടി കാണുന്നുണ്ടോ എന്ന് നോക്കാം. അതേപോലെ തന്നെ ബാക്കിൽ തന്നെ വീൽ ആർച്ചിൻ്റെ ഇന്നർ നോക്കുക. അതിൻ്റെ ഇന്നറിൽ ഹോൾസോ കാര്യങ്ങളോ എന്തെങ്കിലും വീണിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള വാഹനങ്ങളാണ് കൂടുതലും പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ റെസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ റീപെയിൻറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ, ഇപ്പോൾ ഈ ഒരു വണ്ടി റീപെയിൻറ്റഡ് ആണ്. അപ്പോൾ വേറൊരു ഗാരേജിലാണ് പെയിൻറ്റിങ് ചെയ്തത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ബബിൾസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വണ്ടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇന്നർ റെസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് കുറച്ച് മേജറായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ വാഹനങ്ങൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ടൈപ്പ് 4 കാര്യങ്ങളെല്ലാം IGP എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ബാക്കിലൊരു വണ്ടി, ഈ ഒരു വണ്ടിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് സ്ട്രിപ്പ് ചെയ്യേണ്ടി വന്നു. പെയിൻറ്റ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കൈ ബ്ലൂ തന്നെ. അപ്പോൾ ആ ഒരു ലെയർ ഫുള്ളായിട്ടാണ് നമ്മൾ സ്ട്രിപ്പ് ചെയ്തു. ഈ സൈഡ് ഓക്കെ ആയി. ഡെൻറ്റിങ് ചെയ്ത വശങ്ങളിൽ നമ്മൾ ഓയിൽ പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തി. ഫ്രണ്ടേജ് നമ്മൾ സെറ്റ് ചെയ്തു. ഓൾറെഡി പാർട്സ് സ്റ്റോക്കുള്ള കാരണം നമ്മൾ ഫ്രണ്ടേജ് സെറ്റിങ് കഴിഞ്ഞു. ഇതിന് റെസ്റ്റ് ഇഷ്യൂസ് അല്ല, പക്ഷേ പെയിൻറ്റ് ചെയ്തിട്ട് ഒരുപാട് ലെയർ പെയിൻറ്റ് ഇതുമ്പോൾ വന്നു. അപ്പോൾ വേണ്ട ആ പെയിൻറ്റുകൾ ഞങ്ങൾ റിമൂവ് ചെയ്തു കേട്ടോ. ഇതേപോലെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ കംപ്ലയിൻറ്റുകൾ തീർത്ത് ഇനിയിപ്പോൾ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു വണ്ടിയാണത്. ഈ ഒരു വണ്ടി ഇത് കംപ്ലയിൻറ്റുകൾ നോർമലായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം തീർന്നു. അതേ ബോണറ്റ് കട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് ഈ വണ്ടി 2K പ്രൈമർ ആപ്ലിക്കേഷൻ നടത്താൻ പോകുന്നു കേട്ടോ. ഈ ഒരു പ്രൈമറാണ് നമ്മൾ അടിക്കുന്നത്. മിക്ക വീടുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടുത്തെ വെയിറ്റ് ഇട്ടത് ഈ ഒരു പ്രൈമറാണ് നമ്മൾ ആപ്ലിക്കേഷൻ നടത്തേണ്ടത്. പ്രൈമർ, അതേപോലെ തന്നെ ക്യാപ്സിൻ എന്ന കമ്പനിയുടെ ഹാർഡനർ, അതേപോലെ DH60 എന്ന് പറഞ്ഞിട്ടുള്ള ടിന്നർ. DH60 എന്ന് പറഞ്ഞ ടിന്നറാണ് പ്രൈമർ ആപ്ലിക്കേഷൻ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഗാരേജിൽ മേജർ പാച്ച് വർക്ക് ആയിട്ടുള്ളൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ വണ്ടി കൊണ്ടുവന്ന് പറയാം ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി വ്ളോഗുകൾ കാണുന്നവർക്കറിയാം. അപ്പോൾ ആ വണ്ടി നമ്മൾ ഡാഷ്ബോർഡൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു, പുറത്തേക്ക് ഇറക്കിയിട്ടു. ഈ ഓരോ ഏരിയ ഞാൻ കാണിച്ചു തരാം. ഈ ഡോറ് ഡെൻ്റ് ഉണ്ടായിരുന്നു, അവിടെ ചെറിയ പാച്ച് ഉണ്ടായിരുന്നു. ഈ ഡോറ് ഡെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു വീലാർച്ച് ഡെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു വീലാർച്ച് ഇവിടെ പീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ വരണമെങ്കിൽ ഇടയ്ക്ക് മേജർ ഇഷ്യൂസ് ഉണ്ടായില്ല, എന്നാലും ഡെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മുടെ ടൈലൈറ്റിൻ്റെ ബാക്ക് ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു ടൈലൈറ്റിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ജെന്യൂൻ സ്പെയർ പാർട്സ് 2 സൈഡും റീപ്ലേസ് ചെയ്തു. അതേപോലെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് വേറൊരു പീസ് കയറ്റി ക്വാർട്ടർ പാനലിൻ്റെ. അതേപോലെ ഇവിടേക്ക് വരണമെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത്
ഇവിടെ വരെയുള്ള പീസ് വേഗം കയറ്റിയിട്ട് എയർപോസിങ് എല്ലാം അടിച്ചു, ഡാഷ്ബോർഡ് സെറ്റിങ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, പുറത്തേക്ക് ഇറക്കി. ഇനിയിപ്പോൾ അണ്ടർബോഡി കോട്ടിങ്ങിന് വേണ്ടിയാണ് വണ്ടി പോകാൻ നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക് എയർ എടുക്കണം, അതിന് ശേഷം അണ്ടർബോഡി കോട്ടിങ് കൊണ്ടുപോകും, അതിനുശേഷം ഇതിൻ്റെ പുട്ടുവർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ സൈഡ് ഡോർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഡോറ് നിലവിലുണ്ടായിരുന്നില്ല. നിലവിലുള്ള ഡോറിന് കുട്ടി ഒരുപാടുള്ള കാരണം നമ്മളതൊന്ന് വെയിറ്റ് ചെയ്തേക്കാം. എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള ഏരിയകളിൽ കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു വണ്ടി പ്രൈമറി ആപ്ലിക്കേഷൻ നടത്തിയിട്ട് ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയും അതേപോലെ തന്നെ ആ ഒരു ഗ്രേ വണ്ടിയും ഒരുമിച്ച് വന്നവരാണ്, ഒറ്റ ഫാമിലിയായിട്ട് വന്നവരാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടി നമുക്ക് ഒരുമിച്ച് ഡെലിവറി ചെയ്യണം. അതന്നെ ഒരുമിച്ച് സെറ്റിങ് ചെയ്യും, ഒരുമിച്ച് പെയിൻറ്റിങ് ചെയ്യും, ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ വണ്ടി ഒറ്റ സ്ഥലത്ത് നിന്ന് വന്നതാണ്, ഒറ്റ ഫാമിലിയാണ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അത് കാരണം ഈ രണ്ട് വണ്ടി ആ രീതിയിൽ നമുക്ക് ഡെലിവറി ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വണ്ടിയാണ്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ റണ്ണിങ് ബോർഡ് ആ സൈഡ് നമ്മൾ റീപ്ലേസ് ചെയ്ത് തന്നിട്ട് ഈ സൈഡ് നോക്കണമെങ്കിൽ ഉണ്ടോ ഇന്നറിൽ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നറെ കംപ്ലയിൻറ്റ് തീർത്തതിന് ശേഷം പ്രൈമറി അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തി ഈ സൈഡ് റണ്ണിങ് ബോർഡും കൂടി നമുക്ക് ഈ ഒരു വണ്ടി ഇടാനുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ തീർന്നെടുക്കുക. അതിനുശേഷം ഈ വണ്ടി പെയിൻറ്റിങ്ങിലേക്ക് പോകട്ടോ, ബോഡി ഫില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് പോകട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ, ഒരു ടാക്സി സിൽവർ വണ്ടി, അതേപോലെ തന്നെ ഒരു HCV, അതേപോലെ വേറൊരു ഗ്യാരേജിൽ നമ്മൾ ഡെൻറ്റിങ് ചെയ്തിട്ട് വന്ന ആ വണ്ടി, ആ കാര്യങ്ങളൊക്കെ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെൻറ്റിങ്ങൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. കുറേ സിൽവർ വണ്ടിക്കൊക്കെ പുട്ടി ഒരുപാട് കയറിയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം റിമൂവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം സ്റ്റേജ് ആകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടെ. കാരണം നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യണത് ഒന്നോർക്കുമ്പോൾ നല്ലത് തന്നെയാണ്. ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ വണ്ടി കാണാനും പറ്റും, ആ വണ്ടിയുടെ വർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും. അപ്പോൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വ്ളോഗോ അല്ലെങ്കിൽ 2 വ്ളോഗൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് വലിയൊരു ഉപകാരമായിട്ട് കസ്റ്റമർ പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാനൊരു വ്ളോഗ് ഇന്ന് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര വണ്ടികൾ സെറ്റിങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടികളുടെയും വർക്ക് ഏകദേശം ആയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി നമ്മുടെ ഇവിടെ ഗ്യാരേജിൽ നമ്മൾ ഓരോ വർക്കും ചെയ്യണത് ആദ്യം വന്ന വാഹനങ്ങളായിരിക്കും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാം. എന്നും പറഞ്ഞാൽ ആദ്യം വന്ന വാഹനങ്ങൾക്ക് മേജറായിട്ടുള്ള പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാച്ച് വർക്ക് സെക്ഷനിലേക്കാണ് വണ്ടി പോവുക. പാച്ച് വർക്ക് സെക്ഷൻ എന്തായാലും നമുക്കൊരു നോർമൽ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. നോർമൽ കാറ്റഗറിയിലുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ അത് പെയിൻറ്റിങ് സെക്ഷനിലേക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ സെക്ഷൻ ബേസിലാണ് നമ്മളിപ്പോൾ ഓരോ വർക്കുകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടികൾ ഇപ്പോൾ 10-20 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ലൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള വർക്കുകൾ ആ വണ്ടിക്ക് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ 2-3 വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് വണ്ടികൾ നമ്മുടെ ഗ്യാരേജുകൾക്ക് എത്തിയിട്ടുണ്ട്. ഒരു റെഡ് കളർ വണ്ടി വന്നിട്ടുണ്ട് B2-ൽ, അതേപോലെ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്, ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഞങ്ങൾ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരും ഇവിടെ വെറുതെ ഇരിക്കില്ല, എല്ലാവരും പണിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഗ്യാരേജിലെ അപ്ഡേഷൻ തന്നതാണ്, നമ്മുടെ ഗ്യാരേജിലെ ഇപ്പോൾ നടക്കുന്ന വണ്ടികളുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വ്ളോഗിൽ ബാക്കിയുള്ളവരുടെ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏകദേശം സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രൈമർ കോട്ട് കഴിഞ്ഞിട്ടൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം ബൈ.